Good morning, all. Start ചെയ്യാട്ടാ. Prayer Good പറഞ്ഞോ. morning, ma'am. Good morning, ma'am. Dear God, thank you for this new day. Bless my family, my teacher, and my friends. Help us to be kind, to speak gently, and to do all my work well. Keep us safe and happy. Amen. Thank you. Good morning, everyone. I am Silsi. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Aparna ma'am to conduct today's class. I also invite Rachel for today's thought. Thank you. Have a nice day. Good morning, everyone. Today's thought of the day is the best preparation for tomorrow is doing your best today. Thank you. Have a nice day. Good morning, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ചാപ്റ്റർ ആണ് അല്ലേ? സെമിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തില്ലേ? നമ്മുടെ ടെസ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറയുന്നത് ടെസ്റ്റിലത്തെ ടോപ്പിക് ആണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. നമ്മൾ കാസാദിബാബിനിയുടെ മീനിങ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ? ഓർമ്മയുള്ളത് കാസാദിബാബിനിയുടെ മീനിങ്? ഓക്കെ, ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. ടെസ്റ്റിൽ എന്താ കൊടുത്തിരിക്കണേ? ചിൽഡ്രൻസ് ഹൗസ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നല്ല കൊടുത്തിരിക്കണേ. അതൊന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇതല്ല മീനിങ്. എന്താണ്? ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നല്ല, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ. എന്താ ചെയ്യാം കേട്ടോ. ചിൽഡ്രൻസ് ഹൗസ് ആടെ സെയിം മീനിങ് ആണ്, പക്ഷേ അത് നമ്മളിപ്പോ ഒരു പേരാണല്ലോ അത്. കാസാദിബാബിൻ എന്ന് പറയുന്ന പേരാണ്. അതില് കാസാദിബാബിനിയുടെ മീനിങ് എന്ന് പറയുന്നത് നോക്കുക. ജസ്റ്റ് നമ്മള് മീനിങ് ഓഫ് നോക്കുമ്പോ എന്താ വരുന്നേ? ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചിൽഡ്രൻസ് ഹൗസ്. നമ്മൾ ഡിസ്കവറീസ് പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നുണ്ടല്ലേ? ഏതൊക്കെയായിരുന്നു മോണ്ടിസോറി കാസാദിബാബിനിൽ ഡിസ്കവർ ചെയ്തത്? മെന്റൽ കോൺസെൻട്രേഷൻ, കുട്ടികള് ഒരു 3 years ഓൾഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ലവ് ഓഫ് റിപ്പീറ്റേഷൻ, മോണ്ടിസോറി മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുട്ടികൾക്കുണ്ട്. ലവ് ഓഫ് ഓർഡർ, മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ തന്നെ, കുട്ടികൾ തന്നെയാണ് ആ ഓർഡറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് ചോയ്സ്, എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, വർക്ക് ഏത് മെറ്റീരിയൽസ് വർക്ക് ചെയ്യണം എന്നുള്ള ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ എക്സ്പെരിമെന്റിൽ നിന്നും ഓരോ എക്സ്പീരിയൻസിൽ നിന്നുമാണ് മോണ്ടിസോറി ഈ ഓരോ ഡിസ്കവറീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ലവ് ഓഫ് വർക്ക്, കുട്ടികൾക്ക് പ്ലേനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനാണ്. ദെൻ നമ്മൾ പറഞ്ഞു നോൺ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ എന്താ പറയാ, റിവാർഡ്സോ പണിഷ്മെന്റോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ല. ലവ് ഓഫ് സൈലൻസ്, നമ്മളെ മെന്റൽ കോൺസെൻട്രേഷന്റെ കാര്യം പറയില്ലേ, സൈലൻസ്. സൈലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവർ സൈലൻസ് അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്, അത് ഞാൻ പറഞ്ഞു, റൈറ്റിംഗ് ആൻഡ് റീഡിങ്.
പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം എഴുതിയാണ് തുടങ്ങുന്നത്, എഴുതിയല്ല വരച്ചാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് അവർ റീഡ് ചെയ്യാനായിട്ട്. ഓക്കേടാ, കുഴപ്പമില്ല കേട്ടോ. ചോട്ടെ മാം ഒന്ന് കാണിച്ചോ പ്രസന്റ് ചെയ്തോടാ. ഓക്കേടാ, കാണുന്നുണ്ടോ മാം? വരച്ചിരിക്കണോ? അതെ, വരച്ചതാണ്. എങ്ങനെ ഷെയ്ഡ് എന്ത് കളർ കൊടുത്ത്? ഷെയ്ഡ് പെൻസിൽ തന്നെ, പെൻസിലിന്റെ ഷെയ്ഡ് തന്നെയാണത്. H2B എന്നുള്ളൊരു പെൻസിൽ ഉണ്ട്, അപ്പൊ അതിന്റെ ഷെയ്ഡാണ് ഇത്. കാണുന്നുണ്ടോ? ഷെയ്ഡ് വരുന്ന കൈമില് ഷെയ്ഡാണ് ഇത്, പെൻസിലിന്റെ. അത് നമ്മൾ A4 ഷീറ്റിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചത്. ഓക്കെ മാം, ഞങ്ങൾക്ക് 11 മണിക്ക് സ്ലോട്ട് ഉണ്ടായിരുന്നു കാണിക്കാൻ. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ആണ്. പേര് കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പേര് ഞാൻ പെൻസിലോണ്ട് വരച്ച സമയത്ത് എഴുതിയിട്ടുണ്ട്, പെൻസിലോണ്ടായോണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ദെൻ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പറഞ്ഞു. ആദ്യം കുട്ടികൾ വരയ്ക്കാനാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നീടാണ് അവർക്ക് റീഡിംഗ് വരുന്നത്. പിന്നെ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ കുട്ടികളെല്ലാവരും ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നല്ല ഐക്യത്തോടു കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത്രയുമല്ലേ പറഞ്ഞു നിർത്തിയത്? ശ്രുതി എന്തെങ്കിലും പറഞ്ഞോ? നെക്സ്റ്റ് പാരഗ്രാഫ് എടുത്ത പോലെ തോന്നി, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. വരെയെടുത്തു അല്ലേ? അതുവരെ നമ്മൾ ഡിസ്കസ് ആണ്. ഓക്കെ മാം, ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് മോണ്ടിസോറി വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ് ആണ്. മോണ്ടിസോറിയുടെ വർക്ക്സും കാര്യങ്ങളും ആണ്. നിങ്ങൾ സെമിനാർ എടുത്ത ടോപ്പിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ ടെസ്റ്റില് ഇയറുകളൊക്കെ ഉണ്ട്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇയറുകളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട കേട്ടോ. പക്ഷെ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇയറുകൾ മാത്രം നോക്കണം, നമുക്ക് അതിന് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇയറുകൾ നോക്കണ്ട, പക്ഷെ എന്നാലും ഉള്ളിലത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കാം. മോണ്ടിസോറി opinion that education is not something which teachers does, but that is a natural process which involves spontaneously in human beings. Education എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ വരുന്നത്. അത് നമുക്ക് സംഭവിക്കുന്നത് നാച്ചുറലി ആണ്, നാച്ചുറലി ഹാപ്പൻ. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. It is not acquired by listening to words. ടീച്ചർ പറയുന്ന വേർഡ്സും കാര്യങ്ങളും ലിസൺ ചെയ്യാന്ന് മാത്രമല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മുടെ എൻവയോൺമെന്റ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. But by virtue of experience in which the child act over his environment, അവന്റെ ചുറ്റുപാടുമായിട്ട് അവന്റെ എൻവയോൺമെന്റുമായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, നിങ്ങളാവുന്നതിനനുസരിച്ച് അവന് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. The teacher's task is not to talk, but to prepare and arrange series of motive for cultural activities in special environment made for the child. അപ്പോൾ ടീച്ചറിന്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് സംസാരിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട എന്താണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരുടെ എൻവയോൺമെന്റിൽ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യിക്കുക. ഇതെല്ലാം ടീച്ചേഴ്സിന്റെ റോളാണ്. ഇനി കാസാത്തി ബാബിനിൽ എന്തായിരുന്നു പ്രത്യേകത? നമ്മുടെ കുട്ടികൾ എവിടെ നിന്നുള്ള കുട്ടികളായിരുന്നു കാസാത്തി ബാബിനിൽ ഉണ്ടായിരുന്നത്? സ്ലം ഏരിയ എന്നുള്ള കുട്ടികളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടില് അവർക്ക് അവൈലബിൾ അല്ലാത്ത ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടാത്ത ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് എവിടെ കിട്ടി? കാസാത്തി ബാബിനിൽ കിട്ടി. സോ അതിലൂടെ അവർക്ക് കുറച്ചും കൂടി എന്തായാലും നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റി. അവർ ആ ന്യൂ എൻവയോൺമെന്റ് ആയിട്ട് പെട്ടെന്ന് അവർ മിങ്കിൾ ചെയ്തു, അവർക്ക് അവിടെ ഫുൾ ഫ്രീഡം കിട്ടുന്നുണ്ട്. സോ ഇതെല്ലാം അവർക്ക് ഓരോ മാറ്റത്തിന് കാരണമായി. നമുക്ക് നോക്കാം. At Kasati Babini, the prepared environment give the children what their homes lacked. കുട്ടികളുടെ വീട്ടിൽ കിട്ടാത്ത എന്തോ ഒരു പ്രത്യേകത അവിടെ കിട്ടിയിരുന്നു. അതെന്താന്ന് വെച്ചാല് മോണ്ടിസോറി ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഹെർ
pupils. കുട്ടികളോട് നല്ല റെസ്പെക്ട് ആയിരുന്നു മോണ്ടിസോറിക്ക്. ആൻഡ് വാസ് കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ദം. മോണ്ടിസോറി കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരുന്നു. They were free to explore their new environment. അപ്പോ മോണ്ടിസോറി ഓരോ കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മോണ്ടിസോറി എക്സ്പ്ലോർ ചെയ്തിരുന്നു. And pick and choose those things which they wanted to work with, thus fostering independence. അതേപോലെ തന്നെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട തിങ്സും കാര്യങ്ങളും മോണ്ടിസോറി എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. She made many of her own materials. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്വയമേയാണ് മോണ്ടിസോറി എന്ത് ചെയ്തത്, ബിൽഡ് ചെയ്തത്. വാസ് കണ്ടിന്യൂസ്ലി എക്സ്പെരിമെന്റിങ്. അത് ഓരോ കുട്ടികളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ദെൻ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അഡാപ്റ്റിംഗ് തിങ്സ് ആസ് ദ നീഡ് അക്രോസ്. അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന മിക്ക മെറ്റീരിയൽസ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഓരോ മെറ്റീരിയൽസും ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ മെറ്റീരിയൽസിലെല്ലാം നമുക്ക് എന്താ പറയാ, ആദ്യം പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. എന്നാലും മോഡിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് പണ്ട് കൗണ്ടർ എന്ന് പറയുന്നത് റൗണ്ട് കളറിലായിരുന്നു. ഇന്ന് കൗണ്ടർ എന്ന് പറയുന്നത് ബെല്ല് പോലത്തെയാണ്. കണ്ടോ നിങ്ങൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്? ബെല്ല് പോലത്തെ. പണ്ടത്തെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റൗണ്ട് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളത് എങ്ങനെയാണ് ബെല്ല്. അപ്പൊ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മെറ്റീരിയൽസും എന്തായിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ദെൻ അത് കുട്ടികളിൽ എന്ത് ചെയ്യാണ്, എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് മോണ്ടിസോറി ഓരോ കാര്യങ്ങൾ. അപ്പൊ ഓരോ ഡിസ്കവറീസും മനസ്സിലാക്കിയിരിക്കുന്നത് കാസാൻഡ് ഡി ബാർബറയിൽ കുട്ടികളിൽ മോണ്ടിസോറിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരുപാട് ഡിസ്കവറീസ് മോണ്ടിസോറിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. The work at San Lorenzo with the slums kids made the method of Montessori very famous among the parents and leads to establish the first training course in 1909. അപ്പോ മോണ്ടിസോറി സാൻ ലോറൻസോയിൽ വർക്ക് ചെയ്തു. സ്ലംസ് ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവിടെയുള്ള ഇറ്റലിയിലുള്ള എന്താ പറയാ പാരന്റ്സിനിടയിൽ ഒരു നല്ല അഭിപ്രായം എന്ത് ചെയ്യാൻ പറ്റി, ബിൽഡ് ചെയ്യാൻ പറ്റി. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് 1909 മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇയർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അത് ചില ഇയറുകൾ കറക്റ്റ് അല്ല, അതുകൊണ്ടാണ്. (1909) തന്നെയാണ് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് കറക്റ്റ് ആണ്. ഞാൻ നമുക്ക് കൂടി ഉറപ്പിന് വേണ്ടിയിട്ട്, കാരണം ചിലപ്പോ ഓപ്ഷനിൽ പല ഡേറ്റുകൾ ഉണ്ടാവും. അപ്പോ ചിലപ്പോ ഗൂഗിള് വേറൊരു ഡേറ്റ് ആണ് പറയുന്നത്, നമ്മുടെ ടെസ്റ്റിന്റെ ഡേറ്റ് നമ്മൾ ക്ലാഷ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കിയിരുന്നത്. അപ്പൊ ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് മോണ്ടിസോറി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1909 ഈ നമ്മുടെ മോണ്ടിസോറി സാൻ ലോറൻസോയില് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പാരന്റ്സിനിടയിലും അവിടെയും കുറച്ച് നല്ല രീതിയിൽ ഈ മെത്തേഡ് കുറച്ചുകൂടി ഫേമസ് ആയി. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് 1909 മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside the rest of her life to spread the word of Montessori method through lectures and teaching training course around the world. അപ്പോ മോണ്ടിസോറിയുടെ ഈ ഒരു ഫിലോസഫിയിലേക്ക് ഒരുപാട് പേര് എന്താ പറയാ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് കൂടുതലായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റിജക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡിനെ റിജക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ആൾക്കാരിൽ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട്
അക്സെപ്റ്റഡ് ആണ്. സോ അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി തീരുമാനിച്ചു ഇനി എന്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയും നമ്മൾ ഇന്ന് ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ത്രൂ ഹർ ലെക്ചേഴ്സ് ഒരുപാട് ലെക്ചേഴ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ടീച്ചിങ് ട്രെയിനിങ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ആസ് ദ റിസൾട്ട് പ്രൈവറ്റ് സ്കൂൾ started being established in Europe and USA. ഇതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി പ്രൈവറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു യൂറോപ്പിലും USA-ലും. മെനി കൺട്രി ഫോർമലി അഡോപ്റ്റ് ദ മെത്തേഡ് ഇൻ ദർ സ്കൂൾ സിസ്റ്റം. ഒരുപാട് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഇന്ത്യ വരെ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തു അവരുടെ സ്കൂളുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. മോണ്ടിസോറി സൊസൈറ്റി കെയിം ഇൻ ടു ബിഗിനിങ് ത്രൂ ഔട്ട് ദ വേൾഡ്. മോണ്ടിസോറി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ് വാസ് ഹെൽഡ് ഇൻ 1930-ലാണ്. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനെല്ലാം സെർച്ച് ചെയ്ത് നോക്കണതേ ചിലതിലും മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. തന്നെ ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ് 1913 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾസോ ബൈ 1913 the interest in her method was at the pinnacle that there were about 100 of Montessori schools in USA. അപ്പോ ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ നല്ല ഇതിൽ നിൽക്കുന്ന സമയമാണ്. അന്ന് ആ ഒരു സാഹചര്യത്തിൽ USA-ൽ മാത്രമായിട്ട് 100 മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടായിരുന്നു. മോണ്ടിസോറി വാസ് ഇൻവൈറ്റഡ് ബൈ വൈറ്റ് ഹൗസ്. മോണ്ടിസോറിനെ വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ആൻഡ് മെയ്ഡ് എ സ്പീച്ച് ടു ഫുൾ കപ്പാസിറ്റി ക്രൗഡ് അറ്റ് കാർണിജി ഹാൾ. കാർണിജി ഹാൾ ഇൻ അതിന്റെ ഭാഗമായിട്ട് വൈറ്റ് ഹൗസിലേക്ക് മോണ്ടിസോറിനെ ഇൻവൈറ്റ് ചെയ്യുകയും എന്താണ് നമ്മൾ ഫുൾ കപ്പാസിറ്റി ഫ്രണ്ടില് മോണ്ടിസോറി സ്പീച്ച് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. ഇൻ 1915 ഷീ ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ക്ലാസ് റൂം. ഓരോ കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ബൈ 1916 interest in the method decreased in different educational philosopher in the USA. ഞാൻ പറഞ്ഞില്ലേ മോണ്ടിസോറി മെത്തേഡിന് സപ്പോർട്ട് മാത്രമല്ല വന്നത്, അത്യാവശ്യം റിജക്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റു ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ഫിലോസഫീസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള വ്യക്തികൾ മോണ്ടിസോറി മെത്തേഡിനെ എന്ത് ചെയ്യാൻ ബാഡ് ആയിട്ട് അത് അഫക്ട് ചെയ്തു. കാരണം എല്ലാവരും എന്താ പറയുക മോണ്ടിസോറി മെത്തേഡിനോട് സപ്പോർട്ട് ആയിരുന്നില്ല. കാരണം എന്താണ് നിങ്ങൾ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കില്ല എന്നൊരു വിഭാഗം ആൾക്കാര്, ഒരു വിഭാഗം എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സ് സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഇൻഎബിലിറ്റി ടു അക്സെപ്റ്റ് ദ ചേഞ്ചസ്. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്തില്ല, മറ്റ് ഫിലോസഫേഴ്സ് അക്സെപ്റ്റ് ചെയ്തില്ല. Then by in 1980 Montessori left the USA. 1918 ആയപ്പോഴേക്കും മോണ്ടിസോറി USA വിട്ടു. Between 1940 and 1935 the Montessori method progressed in Europe, Spain, Australia, Holland. അപ്പോൾ 1940-1935 കാലഘട്ടത്തിൽ യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ മോണ്ടിസോറി മെത്തേഡ് കുറച്ചും കൂടി ഫേമസ് ആയി. ഷി എൻജോയ്ഡ് സപ്പോർട്ട് ഫ്രം ക്യൂൻ മാർഗരിറ്റ ഓഫ് ഇറ്റലി, സിഗ്മണ്ട്, അന്ന ഫ്രഷ്, ഗാന്ധിജി, പിയാഗറ്റ് ആൻഡ് ലേറ്റർ മുസോളിനി. അപ്പോൾ ഇതേപോലത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് മോണ്ടിസോറിക്ക് കിട്ടി. ആൻഡ് ഷി എസ്റ്റാബ്ലിഷ്ഡ് ദ Association of Montessori International in South America in 1929. ഇതിലാണ് ഞാൻ ഒരു ഡൗട്ട് പറയുന്നത്. ഇയർലി ചെറിയ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. AMI അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്നുള്ളതിൽ ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം.
Okay, 1929. Okay, AMI അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? മോണ്ടിസോറി തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ചില കുട്ടികൾ പറയാറുണ്ട് AMI സ്റ്റാർട്ട് ചെയ്ത് വേറെ മോണ്ടിസോറി അല്ല എന്നുള്ള വാദം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പൊ അതും കറക്റ്റ് ആണ്. ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ട് കേട്ടു. മേ ബി ഇയറിലായിരിക്കും. ഇയർ നോക്കിയേക്കാം. അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം. അപ്പൊ അതുകൊണ്ടാണ് 1929 തന്നെയാണ്. ടെസ്റ്റില് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് കൺഫേം ചെയ്തതാണ്. ഇപ്പൊ ഓരോ ഇയറും നമ്മൾ സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിൽക്കും അത് ഓർമ്മയിൽ നിൽക്കുക. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും പേരിൽ നിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ സൗത്ത് അമേരിക്കയിൽ 1929 എന്ത് ചെയ്തു? മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താ AMI എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ നല്ല റിലേഷൻ ആയിരുന്നു മൊസോളിയൊക്കെ ആയിട്ട് ആർക്ക്? മോണ്ടിസോറിക്ക്. പിന്നീട് ഈ നാസിസവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ചെറിയൊരു ക്ലാഷ് പൊളിറ്റിക്കൽ ആയിട്ട് വന്നൊരു ഒപ്പീനിയന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി മുസോളി ലീഡേഴ്സ് ആയിട്ടൊന്ന് എന്ത് ചെയ്തു? ചെറിയൊരു പ്രശ്നത്തിലേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മോണ്ടിസോറി സ്കൂളൊക്കെ നാസി പോലീസ് എന്ത് ചെയ്തു? ബാൻ ചെയ്തു. ഇറ്റലിയിലെയും സ്കൂളുകൾ ക്ലോസ് ചെയ്തു. ഭയങ്കരമായിട്ട് റിജക്ഷനും കാര്യങ്ങളും ആ സമയത്ത് മോണ്ടിസോറി ഫേസ് ചെയ്തു. Hitler and Mussolini were also attracted to the Montessori method. Montessori methodനോട് വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു. But 1934 Mussolini became the president of Montessori Society of Italy. Montessori Society of Italyയുടെ പ്രസിഡന്റ് ആയി. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഓക്കേടാ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ക്ലാഷ്, അവരുടെ ഒപ്പീനിയനിൽ വന്ന ക്ലാഷ് സംഭവിച്ചു. ക്ലാഷ് ഓഫ് ഒപ്പീനിയൻ ഡെവലപ്പ് ബിറ്റ്വീൻ ഡോക്ടർ മോണ്ടിസോറി ആൻഡ് മൊസോളിനി ലീഡേഴ്സ്. മൊസോളിനി ലീഡേഴ്സും മോണ്ടിസോറിയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് വന്നു. ഒപ്പീനിയൻ ക്ലാഷ് ആയിരുന്നു അത്. അപ്പൊ അത് കാരണം മോണ്ടിസോറി സ്കൂളുകൾ അവരെന്ത് ചെയ്തു? ബാൻ ചെയ്തു. ബൈ 1935 the method was banned in Germany by Nazi police. നാസി പോലീസ് എന്ത് ചെയ്തു? ജർമ്മനിയിലുള്ള എല്ലാ സ്കൂളുകളും മോണ്ടിസോറി സ്കൂളുകളും ബാൻ ചെയ്തു. 1936 ഇറ്റലിയിലെയും സ്കൂളുകൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഓക്കെ, ദെൻ മോണ്ടിസോറി ആ ഒരു കാലഘട്ടത്തിലാണ് എവിടെ വരുന്നത്? നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഒരു ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയാണ് മോണ്ടിസോറി 1939 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോ 1939 വരുമ്പോ the Montessori came to India to set up a training center and began a course. ഒരു ട്രെയിനിങ് സെന്റർ സെറ്റപ്പ് ചെയ്യണം. അതേപോലെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അന്ന് ഇന്ത്യയിൽ നല്ല അക്സെപ്റ്റൻസ് ഉള്ള ഒരു മെത്തേഡ് ആയിരുന്നു ഇത് മോണ്ടിസോറി മെത്തേഡ്. ഷി സ്പെൻഡ് ദ വാർ ഇയർ 1939 എന്ന് പറയുന്നത് സെക്കൻഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് അല്ലെ. സെക്കൻഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് വാർ പീരീഡ് ഏതൊക്കെ ഇയർ ആണ്? 1939 to 1945 ആണ് സെക്കൻഡ് വാർ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് മോണ്ടിസോറി ഇന്ത്യയിലുള്ളത്. അപ്പോ ആ സമയത്ത് മോണ്ടിസോറി ഒരു ഇറ്റാലിയൻ നാഷണൽ ആയിട്ടായിരുന്നു ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആരും പറഞ്ഞല്ലോ വീട്ടുതടങ്കലിലായിരുന്നു. അതൊക്കെ കറക്റ്റ് ആണ്. വീട്ടുതടങ്കലായിരുന്നു. മാരിയോ മോണ്ടിസോറിനെ ജയിലില് ആയിരുന്നു. മരിയ മോണ്ടിസോറി വീട്ടുതടങ്കലിലായിരുന്നു. ആ സമയത്ത് ഒരുപാട് ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മോണ്ടിസോറി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഷി റോട്ട് സെവറൽ ബുക്സ് ഇൻ വിച്ച് the central elements were the care of infant. കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം, ഫോർമുലേറ്റിംഗ് ആൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്യണം. വിച്ച് വുഡ് എൻഷുർ പീസ് ത്രൂ മോറൽ റിഫോംസ്. എങ്ങനെ മോറൽ റിഫോമിലൂടെ പീസ്, സമാധാനം കൊണ്ടുവരണം. കാരണം നമുക്കറിയാം വേൾഡ് വാർ ഫേസ് ചെയ്തത്, ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നേരിട്ട് കണ്ട വ്യക്തിക്ക് ഇനി ഭാവി അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ ലോകാവസാനമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ആരാണ്? കുട്ടികളും ആൺകുട്ടികളും സ്ത്രീകളും ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് പീസിന് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി പ്രവർത്തിച്ചിരുന്നത്. Her talk in India were compiled into many books and published under her name. മോണ്ടിസോറിയുടെ പേരിൽ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. In 1947 she invited back to
ഇറ്റലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. റീസ്റ്റാർട്ട് ദ മൂവ്മെന്റ്, മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മോണ്ടിസോറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇയർ ഷീ മെയ്ഡ് ഹർ ലാസ്റ്റ് വിസിറ്റ് ടു ഇന്ത്യ ഓൾസോ. ആ ഒരു വർഷമായിരുന്നു മോണ്ടിസോറി ലാസ്റ്റ് വിസിറ്റ് ഇന്ത്യയിലേക്ക് കണ്ടക്ട് ചെയ്തത്. In 1949, the 8th International Montessori Congress was held in Italy. 8th International Montessori Conference held ചെയ്തത് 1949-ലാണ്. ഒരുപാട് ഹോണേഴ്സും എന്താ പറയാ, ഒരുപാട് നോബൽ പ്രൈസിന് 3 പ്രാവശ്യമൊക്കെ എന്താണ് മോണ്ടിസോറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നോമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. Afterward, many honors were to be bestowed on her. She lived to see her educational method being accepted all around the world. മോണ്ടിസോറി അന്ന് സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു ആ ഒരു ഡേ കെയറിൽ നിന്ന് ഇന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡിന്റെ വളർച്ച, മോണ്ടിസോറി അത് കണ്ടിട്ടുണ്ട്. കാരണം വേൾഡ് വൈഡ് ഈ ഒരു മെത്തേഡ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്, ഇൻക്ലൂഡിങ് നമ്മൾ പോലും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കാരണം ആരാണ്? മോണ്ടിസോറി ആണ്. ആ മോണ്ടിസോറി മെത്തേഡ് ഇന്നും അക്സെപ്റ്റഡ് ആണ്. ഇന്നും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മെത്തേഡ് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഈ ഒരു മെത്തേഡിനോടുള്ള പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളും വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം ഒരു മോണ്ടിസോറി മെത്തേഡ് നമ്മൾ ജസ്റ്റ് വിചാരിക്കും അതിനും അപ്പുറമാണ് മോണ്ടിസോറി മെത്തേഡിന്റെ എന്താ പറയാ എയിം, മോട്ടീവ് എന്ന് പറയുന്നത്. ഷീ വാസ് നോമിനേറ്റഡ് ഫോർ നോബൽ പ്രൈസ് 3 times and was delegated to UNESCO conference in Florence, Italy 1950. 1950 നടന്ന യുനെസ്കോ കോൺഫറൻസിലേക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ അറ്റൻഡഡ് 9th International Montessori Conference. 9th International Montessori Conference ലണ്ടനിൽ കണ്ടക്ട് ചെയ്തപ്പോൾ 1951 കണ്ടക്ട് ചെയ്ത സമയത്ത് മോണ്ടിസോറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എ ട്രെയിനിങ് കോഴ്സ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ലെക്ചർ ഇൻ റോം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ പറയാ, നമുക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1952 മെയ് 6 at the age of 82 മോണ്ടിസോറി മരണം സംഭവിക്കുന്നത്. സെറിബൽ ഹെമറേജ് ആയിരുന്നു മരണ കാരണം. ഇന്ന് നമ്മള് എന്താ പറയാ, ഈ ഒരു മോണ്ടിസോറി ഇന്നും നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് മരിയോ മോണ്ടിസോറിയിലൂടെയാണ്. Her son Mario and his children carried the legacy of her work. മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മരിയോ മോണ്ടിസോറി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. മോണ്ടിസോറി എഴുതിയിട്ടുള്ള ബുക്കുകളെല്ലാം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തതും അത് പബ്ലിഷ് ചെയ്തതൊക്കെ മരിയോ മോണ്ടിസോറിയാണ്. അതേപോലെ തന്നെ മരിയോ മോണ്ടിസോറിയുടെ ഹോം ആംസ്റ്റർഡാം. ഓക്കെ, പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ആംസ്റ്റർഡാമിലുള്ള മരിയ മോണ്ടിസോറിയുടെ ഹോം ഒരു മെമ്മോറിയൽ പോലെ തന്നെ ഇന്നും ഇന്നും അതിങ്ങനെ സൂക്ഷിച്ച് അതൊരു എന്താ പറയാ മറക്കാൻ പറ്റാത്തൊരു മെമ്മോറിയൽ പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട്. ഓക്കെ, her son Mario and his children carried on the legacy of her work. Her home at റീഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആംസ്റ്റർഡാം. ഓക്കെ, പറയാം കുറച്ചും കൂടി. Was maintained as a memorial to dedicated work and was run by her son. അവരുടെ മകൻ അത് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. 1 minute. ഓക്കെ, ആംസ്റ്റർഡാം. അത് പെട്ടെന്ന് ഒരുപാട് സംസാരിച്ചില്ല, അപ്പൊ എന്താ പറയാ വേർഡ്സ് ഒക്കെ വരുന്നില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. അതില് ഞാൻ പറഞ്ഞ ഇയേഴ്സ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ ഇയേഴ്സ് ഇപ്പൊ AMI അത് ഇയർ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് എന്നാണ് ഹെൽഡ് ചെയ്തത്. ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് 1909 സ്റ്റാർട്ട്.
ഈ 3 വർഷങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ബാക്കി നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ ഇയേഴ്സുകൾ ഉണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇയേഴ്സുകൾ പറഞ്ഞു, അത് അത്ര വലുതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്ത് വെച്ചു എന്താണ് ഇന്ത്യയിലേക്ക് മോണ്ടിസോറി വന്നത് എന്നുള്ളത്, ഏത് ഇയറിലായിരുന്നു എന്നുള്ളത്. വേൾഡ് വാർ 2 പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ 1939 തന്നെയാണ്, സെയിം ഇയറിൽ തന്നെയാണ് മോണ്ടിസോറി ഇന്ത്യയിലേക്ക് വന്നത്. അതിന് ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരും, നല്ല രീതിയിൽ വായിച്ചു നോക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുള്ളൂ, നോക്കാം കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ? മാം പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്. പിങ്ക് ടവർ, ബാക്കി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാം ചാർട്ട് പേപ്പറിൽ ജിയോമെട്രിക് ഷേപ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പേര് മെസ്സേജ് അയക്കും, നമുക്ക് പിൻ ചെയ്തിട്ട് കാണാം കേട്ടോ. കുറെ നാളായിട്ടുണ്ട് ആക്ടിവിറ്റീസ് ഒന്നും കാണിക്കാറില്ല അല്ലെ. ഓക്കെ, ശ്രുതിയാണ് ഫസ്റ്റ് കാണിക്കുന്നത്, പിൻ ചെയ്യാതെ ശ്രുതി പ്രസന്റ് ചെയ്തോടാ. മാം കാണുന്നുണ്ടോ? എടാ ഇല്ലടാ, ഒരു മിനിറ്റ് ആടാ, ഒന്ന് ഓണാക്കോ. ചെയ്തപ്പോ ഞാൻ കണ്ടു, പക്ഷെ എന്റെ സിസ്റ്റത്തിന് എന്ത് പ്രശ്നമാണെന്ന് ഞാൻ ഹാങ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നണം. ഇല്ല, കാണുന്നില്ല. കാണുന്നില്ലാത്തതാണോ? കാണാൻ പറ്റത്തില്ല. ഓക്കെ, ശ്രുതി. മാം ഞാനൊന്ന് എക്സിറ്റ് ആയിട്ടെ ഒന്നും കൂടി കേറാം, എന്നിട്ട് ഓക്കെ കാണിക്കാം. ജസ്റ്റ് എന്റെ സിസ്റ്റത്തിന്റെ ആണെന്ന് വിചാരിച്ചേട്ടാ. അസീന. ഓക്കേടാ, ഷേപ്സ് അല്ലേ? കാണാട്ടോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ മാം. ഓക്കെ ഓക്കെ, അഫീല അല്ല, അഫീല. ഓക്കെ ഓക്കെ ഓക്കെ, സോറിടാ, കാണുന്നില്ല. ഏതാണ് ബീച്ച് ചെയറോ? ഈ ബീച്ച് ചെയർ വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, പിന്നെ ഇത് ഫ്രെയിംസ്, സിപ്പ് ഫ്രെയിം. ഓക്കെ 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 ഓക്കേടാ, ഇത് പ്രസ് ബട്ടൺ ഫ്രെയിം. ഓക്കെ, ഏത് ഫ്രെയിം? ഹുക്ക്. പ്രസ് ബട്ടൺ ആണോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യ അഫീല. അഫീല കേൾക്കുന്നില്ല. മ്യൂട്ടാണ്. പ്രസ് ബട്ടൺ ആണത്. ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് കേൾക്കുന്നേട്ടാ. ഓക്കെ, നെക്സ്റ്റ്. ഇത് ബട്ടൺ ഫ്രെയിം ആണ്. നോർമൽ ബട്ടൺ ഫ്രെയിം ആണല്ലേ, ഞാൻ പ്രസ് ബട്ടൺ ആണെന്ന് വിചാരിച്ചു. ബാക്കി കണ്ടോ? ഇത് കണ്ടല്ലേ? സ്റ്റിക്ക് ഫ്രെയിം. ഓക്കെ ഓക്കെ മാം, അത്ര താങ്ക് യു. ചെയ്തുള്ളൂ. ഓക്കേടാ. മാം ഞാൻ കാണിച്ചോട്ടെ. ശ്രുതി കാണിച്ചോ. പിങ്ക് ടവർ. ഇതാണോ? പിങ്ക് ടവർ മാം. ഓക്കെ ഓക്കെ, വുഡ് അല്ലല്ലോ, നോർമൽ അല്ലേ? കാർഡ്ബോർഡിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. നെക്സ്റ്റ് ഇത് ബട്ടൺ ഫ്രെയിം. ഓക്കെ, 1 മിനിറ്റ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ, മാറ്റല്ലേ. ഓക്കെ, ബട്ടൺ ഫ്രെയിം നന്നായിട്ടുണ്ട്. ഓക്കെ മാം. നെക്സ്റ്റ് ഷൂ ലേസ്. ഓക്കേടാ, കാർഡ്ബോർഡ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? യെസ് മാം, കാർഡ്ബോർഡ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സിബ് ഫ്രെയിം. സിബ്. ഓക്കെ, അത് വുഡ് ആണോ കാർഡ്ബോർഡ് ആണോ? കാർഡ്ബോർഡ് ആണ്. ഓക്കേടാ, നെക്സ്റ്റ്. എന്താണ്? ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന്. ഓക്കേടാ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതാ. ഓക്കെ,
ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തൊന്ന് അയച്ചു കൊടുത്തേക്ക് എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. ഷുവർ മാം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. നന്നായിട്ടുണ്ട് കേട്ടോ. സോ നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. മരിയ മോണ്ടിസോറി വർക്ക്സ് ഒന്ന് റീഡ് ചെയ്തേ ഫുള്ളായിട്ട്. ഒരു ക്വസ്റ്റ്യൻസ് വരും. റീഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാരഗ്രാഫ് ഒക്കെ ആണെങ്കിൽ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, മരിയ മോണ്ടിസോറി ഇന്ത്യയില് വന്നപ്പോഴാണ് വീട്ടുതടങ്കലില് നിന്നത് ആയത്? ഓക്കെ ഓക്കെ, ആ ശരി. അല്ല, അവിടെ അല്ല, നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോഴാണ്. കാരണം ഇറ്റാലിയൻ നാഷണലിസം അല്ലെങ്കിൽ ഇറ്റാലിയൻ സിറ്റിസൺ ആയിരുന്നല്ലോ. അവരുടെ പാസ്പോർട്ട് ആ ഒരു നേഷനിലായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മേ ബി എന്താ പറയാ, ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. അപ്പൊ അവർക്ക് വിചാരിച്ചു അവർക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയ്ക്ക് വന്നതാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വീട്ടുതടങ്കൽ ഉണ്ടാക്കിയത്. ശരി ട്ടാ, വായിച്ചു നോക്കി എല്ലാവരും. ടെസ്റ്റ് എടുക്കാം, വായിക്കാം. ഇമ്പോർട്ടന്റ് ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ മാർക്ക് ചെയ്യാത്തവരൊക്കെ ഇതൊക്കെ മാർക്ക് ചെയ്യാം. മാം, ആടാ പറഞ്ഞോടാ. മാം, നമ്മളിപ്പോ ഒരു സെമിനാർ എടുക്കുന്നില്ലേ, സെമിനാറും അസൈൻമെന്റ്സ് ഒക്കെ, അതൊക്കെ ക്ലാസ്സില് നമ്മള് സെമിനാറൊക്കെ പറയുമ്പോ മംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് മംഗ്ലീഷിൽ എഴുതിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇപ്പൊ നമ്മള് അതൊരു A4 ഷീറ്റിലൊക്കെ ചെയ്ത് സെമിനാറായിട്ട് ഇത് ചെയ്ത് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ. ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷിലല്ലേ എഴുതണ്ടേ? സെമിനാർ റിപ്പോർട്ട് അതിനായിട്ട് PG-യിലും കുട്ടികൾക്ക് മാത്രമാണ് സെമിനാർ റിപ്പോർട്ട് നമ്മൾ കമ്പൽസറി പറയുന്നത്. ഓക്കെ മാം. ഓക്കെ. PG ആണോ? ഞാൻ PG ആണ്. PG-യില് ഇപ്പൊ ജോയിൻ ചെയ്യ ബാച്ചില് ഇല്ലല്ലോ. കാരണം PG ചെയ്യുന്നില്ലല്ലോ. മാം ക്ലിയർ ആയില്ല, എന്തായിരുന്നു? നമ്മളെ കറന്റ് ഇപ്പൊ PG ബാച്ചിൽ ഉണ്ടോ മോൻ? ഞാൻ PG ആണ് എടുത്തിരിക്കുന്നത്. ഇനി PG-യുടെ ക്ലാസ് വരുമ്പോ PG-യിൽ മോന് സെമിനാർ വരും. ഓക്കെ ഓക്കെ ഓക്കെ. സെമിനാർ തരുമ്പോ ആ ടോപ്പിക് മോൻ എന്ത് ചെയ്യണം? സെമിനാർ എടുത്തോ, ഇംഗ്ലീഷിലെ മോൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്തോ. ബട്ട് എന്താണ് മോൻ അത് സെമിനാർ റിപ്പോർട്ട് എഴുതണം. എന്നിട്ട് ചിലപ്പോ സെമിനാർ എടുക്കുന്നത് ഇപ്പൊ എന്റെ ക്ലാസ്സിലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിലാണെന്ന് വിചാരിക്കും. സോ നിങ്ങൾക്ക് അശ്വതി മിസ് ഇല്ലേ? ഉണ്ട്, അശ്വതി മാം ഉണ്ട്. അപ്പൊ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിലാണ് നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്യുന്നത്, വൈവ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അശ്വതി മിസ്സിന് അറിയില്ല മോൻ സെമിനാർ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ മിസ്സിനോട് പറയാം, മിസ്സേ ഇതിന്റെ സെമിനാർ റിപ്പോർട്ടാണ്, ഞാൻ അമർന മിസ്സിന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ ടോപ്പിക് ഇന്നതാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ആ കൺക്ലൂഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടന്റ് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറയാം. ബട്ട് ഞാനൊക്കെ സെമിനാർ റിപ്പോർട്ടായിട്ട് എഴുതണ്ട, നിങ്ങൾ ആക്ടിവിറ്റി ബുക്ക് ഉണ്ടല്ലോ, ആക്ടിവിറ്റി ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിപ്പോ മലയാളത്തിൽ എഴുതി വെക്കാം, ഇംഗ്ലീഷിൽ എഴുതി വെക്കാം, നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ എഴുതി വെക്കാം. ഓക്കെ ഷിനി, സോറി. അതെ ബസ്, സെമിനാർ അവതരിപ്പിക്കുന്നവര് മാത്രമാണോ റിപ്പോർട്ട് എഴുതേണ്ടത്? സെമിനാർ റിപ്പോർട്ട് എല്ലാവരും? PG-യിലത്തെ കാര്യമുള്ള സെമിനാർ റിപ്പോർട്ടിന്റെ ഞാനും PG ആണ്. സെമിനാർ അവതരിപ്പിക്കുന്നവര്. പിന്നെ PG-യിൽ എല്ലാവരും സെമിനാർ അവതരിപ്പിക്കണം, അത് കമ്പൽസറി ആണ്. സെമിനാറിന് 100 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ സെമിനാർ എടുക്കാൻ പറയുമ്പോ തന്നെ വേഗം മിസ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക, സെമിനാർ അവതരിപ്പിക്കുക, സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. സപ്പോസ് ഇത് നമുക്ക് PG ക്ലാസ്സിൽ സെമിനാർ അവതരിപ്പിക്കാൻ പറ്റിയില്ല
എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വൈവയുടെ സമയത്ത് ഡിപ്ലോമ കുട്ടികൾക്ക് സെമിനാർ അവതരിപ്പിക്കേണ്ട. പക്ഷെ PG കുട്ടികൾ സെമിനാർ അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ അവര് വൈവയുടെ സമയത്ത് 5 മിനിറ്റ്സിനുള്ളിൽ സെമിനാർ അവതരിപ്പിക്കണം. നിങ്ങൾ ഓൾറെഡി ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് വേണം സെമിനാർ അവതരിപ്പിക്കാൻ. മറ്റേ ടൈമിൽ നിങ്ങൾ അയ്യോ മിസ് സെമിനാർ ഞാൻ PG ആണെന്ന് ചോദിക്കുമ്പോൾ PG ആണ്, സെമിനാർ പ്രിപ്പയർഡ് ആണെന്ന് ചോദിക്കുമ്പോൾ പ്രിപ്പയർഡ് ആണെന്നാ പറയേണ്ടത്. അല്ലാതെ അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു സെമിനാർ എടുക്കണം, എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറയാനൊന്നും പാടില്ല. ഓക്കെ, മിസ്സേ, അപ്പൊ ഡിപ്ലോമക്കാർക്ക് എടുക്കണ്ടേ സെമിനാർ വൈവേല്? ക്ലാസ് വൈവയിൽ എടുക്കണ്ട, വൈവയിൽ അവർക്ക് സെമിനാർ ചെയ്യാം. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്ന സെമിനാർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടമുള്ള ഏതെങ്കിലും ടോപ്പിക് സെമിനാർ എടുത്താൽ മതിയോ? എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടോപ്പിക് എടുത്താൽ മതി സെമിനാർ ആയിട്ട്. അതാണ് PGയിലെ ടോപ്പിക് എടുക്കാം, മാക്സിമം നോക്കാം. സ്കൂൾ മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഒക്കെയാണ്. പിന്നെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ന് പറയും. വായിച്ച കുഴപ്പമില്ലാത്ത നല്ല ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ ടോപ്പിക് ഉണ്ടല്ല. ബുക്ക് കണ്ടോ? നിങ്ങൾക്ക് കിട്ടിയോ PGയുടെ ഒക്കെ ബുക്ക്? മേ ബി ഈ മന്തോ നെക്സ്റ്റ് മന്തോ ഡിസംബറിലായിട്ട് PGയുടെ ക്ലാസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഓക്കെ, ഡിസംബർ. നിങ്ങൾ ഏത് മാസമായിരുന്നു നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ഏപ്രിൽ ലാസ്റ്റ്. ഡിസംബറിലായിട്ടൊക്കെ, ഡിസംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ജാനുവരി ആദ്യമായിട്ടോ നമുക്ക് PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കിയോ? എന്റെ പിള്ളേരെ ഇത് പാരഗ്രാഫുകൾ കാണുമ്പോ തന്നെ വായിക്കാൻ തോന്നൂല. ഒന്ന് വായിച്ചു, ഇപ്പോഴേ വായിക്കുള്ളൂ. ഒന്ന് വായിച്ചെല്ലാവരും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെ വായിപ്പിക്കും ഓരോ പാരഗ്രാഫ്. അത് മതിയോ? അത് മതി, ഉറക്കെ വായിക്കുമല്ല. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോ. Okay, ma'am. Montessori's works afterwards. Montessori opinion that education is not something which the teacher does, but that it is a natural process which involves spontaneously in the human being. It is not acquired by listening to words, but by virtue of experiences in which the child acts on his environment. The teacher's task is not to talk, but to prepare and arrange a series of motives for cultural activity in a special environment made for the child. എല്ലാവരും നോക്കിയാലോ അത്? ഓക്കെ, അഫ്ലിയ നെക്സ്റ്റ് പാരഗ്രാഫ്. മാം ഞാനല്ലേ? അതെ അതെ, മറ്റു പേരെന്താണ്? അഫീല. അഫീല, പഠിക്കോടാ കുറച്ചും കൂടി. At Casada Babani, the prepared environment give the children what their home lacked. Montessori had great respect for her pupils and was continuously learning from them. They were free to explore their new environment and to pick and choose those things which they wanted to work with, thus fostering independence. She made many of her own material and was continuously experimenting, modifying, and adapting things as the need across. Next, വായിക്കണോ മാം? നെക്സ്റ്റ് അടുത്ത ആൾക്കൊണ്ട് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സഞ്ജന, വായിച്ചോടാം. The work at San Lorenzo with the slum kids made the method of Montessori very famous among parents and led to the establishment of the first training course in 1909. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside the rest of her life to spread the word of the Montessori method. Through lectures and teacher training courses around the world, as a result, a private school started being established in Europe and the US. Many countries formally adopted the method in their school system, and Montessori societies came into being throughout the world.
The first international teacher training class was held in 1913. Also by 1913, the interest in her method was the pinnacle that there were about 100 Montessori schools in the US. Dr. Montessori was invited by the White House and made a speech to full capacity crowd at Carnegie Hall. In 1915, she demonstrated in the classroom. By 1916, interest in the method decreased owing to differing education philosophies in the US and the inability to accept changes. In 1918, Dr. Montessori left the US. Between 1914 and 1935, the Montessori method progressed in Europe, Spain, Australia, and Holland. She enjoyed support from Queen Margherita of Italy, Sigmund and Anna Freud, Gandhiji, Piaget, and later Mussolini. She established the association Montessori International (AMI) in South America in 1929. ഓക്കേടാ. നെക്സ്റ്റ് ആരാണ്? അസീന. Hitler and Mussolini were also attracted to the Montessori method, but by 1934, Mussolini became president of the Montessori Society of Italy, and a clash of opinion developed between Dr. Montessori and Mussolini's leaders. By 1935, the method was banned in Germany by Nazi police, and by 1936, the schools in Italy had also closed. ഓക്കെ. നെക്സ്റ്റ് ആദ്യ എം.ബി. It was 1939. The Montessori came to India to set up a training center and began a course. She spent the war year interned in India as an Italian national. She wrote several books in which the central elements were the care of infants and formulating an education system which would ensure peace through moral reform. Her talks in India were compiled into many books and published under her name. In 1947, she was invited back to Italy to restart the movement. That year, she made her last visit to India also. In 1949, the 8th International Montessori Congress was held in Italy. ഓക്കെ. നെക്സ്റ്റ് റസിയ. Okay, ma'am. Afterwards, many honors were to be bestowed upon her. She lived to see her educational methods being accepted all around the world. She was nominated for the Nobel Prize 3 times and was a delegate to the UNESCO conference in Florence, Italy, 1950. She attended the 9th International Montessori Congress in London in 1951, a training course in Australia, and lectures in Rome. She died of a cerebral hemorrhage in May 6, 1952, at the age of 82. Her son Mario and his children carried on the legacy of her work. Her home at Amsterdam was maintained as a memorial to her dedicated work and was run by her son. ഓക്കെ. മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ, മോണ്ടിസോറിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി മോണ്ടിസോറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അറിയണം. നിങ്ങൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളും റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബുക്സിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഏതൊക്കെയായിരുന്നു? ഇവിടെയുണ്ട്. മാക്സിമം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളും എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. മോണ്ടിസോറി മെത്തേഡ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ആ ഒരു ബുക്ക് റീഡ് ചെയ്യാം. അങ്ങനെ ഓരോ ബുക്കുകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് റീഡ് ചെയ്യാം. ഓൺലൈനായിട്ട് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈനായിട്ട് റീഡ് ചെയ്യാം. അല്ല നമ്മള് ബുക്ക് തന്നെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് ബുക്സ് റിട്ടേൺ ബൈ മോണ്ടിസോറി എന്നാണ് ഫസ്റ്റ് ഏറ്റവും ആദ്യം എഴുതിയ ബുക്ക്. The Montessori Method. ഓക്കെ. മോണ്ടിസോറി മെത്തേഡ് ആണ് ഫസ്റ്റ് ബുക്ക്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ
എപ്പോഴും കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി വെക്കുക. മോണ്ടിസോറി മെത്തേഡ് ആണ് ഫസ്റ്റ് ബുക്ക് റിട്ടൺ ബൈ മോണ്ടിസോറി. ഓക്കെ, ഇനി നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് പോവാം. വലിയ ചാപ്റ്റർ കഴിഞ്ഞ് ഒരുപാട് പഠിക്കാനുള്ള വലിയൊരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വേണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് ത്രൂ ഔട്ട് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വേണം, ഒരു പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വേണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. നമ്മള് യൂണിറ്റ് 2 ആണ് നോക്കുന്നത്. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. ഇൻസ്റ്റെഡ് ഓഫ് പറഞ്ഞോ. ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് തന്നേക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു PDF ഇട്ടിട്ടുണ്ട്. അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ചെയ്യാനായിട്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ജസ്റ്റ് ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. നമുക്ക് എത്ര ടൈപ്സ് ട്രയാങ്കിൾസ് ഉണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഡിഫറെന്റ്. ഞാൻ വേണമെങ്കിൽ ഇമേജ് കാണിച്ചു തരാം. അത് ശരിക്കും പറഞ്ഞ ജിഷാമിസിന്റെ ഒരു ആക്ടിവിറ്റി ആണ്. കാണിച്ചു തരാം. നമ്മളിത് കട്ട് ചെയ്താണ് എടുക്കാറ്. ഡിഫറെന്റ് ടൈപ്സ് ട്രയാങ്കിൾസ് ഇത് കട്ട് ചെയ്ത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസ്ലെസ് ട്രയാങ്കിൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇതാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. ഷേപ്സും കാര്യങ്ങളും അത് കട്ട് ചെയ്തെടുക്കുക. ചിലപ്പോൾ ചാർട്ടിലായിരിക്കും, അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ചെയ്യുക, അങ്ങനെയൊക്കെയാ ചെയ്യുന്നത് കേട്ടോ. ടീച്ചറായിട്ടും കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ അതിനെ കുറിച്ചിട്ട്. ഓക്കെ അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് 5 സെറ്റ് മെറ്റീരിയൽ നിങ്ങൾ കണ്ടല്ലേ? ട്രയാങ്കിൾസിന്റെ ആ സെറ്റ് കണ്ടാ? അന്നാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ? അല്ലെങ്കിൽ വന്നവരാരും ഉണ്ടായിരുന്നു? അന്ന് ട്രെയിൻ ടീച്ചിങ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നവരാരും ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ ട്രയാങ്കിൾസിന്റെ 5 സെറ്റ് കണ്ടോ നിങ്ങള്? കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിന്റെ 5 സെറ്റ്. ഒരു ട്രയാങ്കിളിന്റെ ബോക്സില്, പിന്നെ ഒരു റെക്ടാങ്കിളിന്റെ ബോക്സില്, അങ്ങനെ കണ്ടോ? മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അത് മെറ്റീരിയൽ? അങ്ങനത്തെ കണ്ടില്ല, ഷേപ്പുകൾ ഉണ്ടായിരുന്നു ട്രയാങ്കിൾസിന്റെ. ഷേപ്പുകളില്ലേ ഇങ്ങനെ ഓവോയിഡ്, ട്രയാങ്കിൾ, അങ്ങനെ ഷേപ്പുകളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ വന്നത്. അപ്പൊ ആ ടോപ്പിക് ഒന്നും ജിഷാ മിസ്സിനോട് ചോദിച്ചാൽ മതി, മിസ് കാണിച്ചിട്ടോ കേട്ടോ. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിന്റെ ആണ് അത് ആ ഒരു ടോപ്പിക് വരുന്നത്. മെറ്റീരിയൽസിൽ തന്നെ വന്നിരിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റി കേട്ടോ. തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് മാത്രം ഇപ്പൊ ചെയ്താൽ പോരെ, പിന്നെ ബാക്കി പറയുമ്പോ ചെയ്താൽ പോരെ? മതി. ഇപ്പൊ ഏതൊക്കെ തന്നിട്ടുണ്ട് ലിസ്റ്റില്? ഏതൊക്കെ ചെയ്യാത്തേന്ന് അറിയാമോ നിങ്ങക്ക്? നിങ്ങളോട് പറയാത്തത് ഏകദേശം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സില്, നെക്സ്റ്റ് തേഴ്സ്ഡേ ഒന്ന് പറയൂ എന്റെ അടുത്ത് ഏതൊക്കെയാണ് ലിസ്റ്റിൽ ഞാൻ തരാത്തെന്നുള്ളത്. ഞാൻ നോട്ട് ചെയ്ത് വെക്കാലോ. ഓക്കെ, ഇനി മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർമ്മിപ്പിക്കണം, മിസ്റ്റർ സെക്കൻഡ് യൂണിറ്റ് ആണ് എടുക്കാനുള്ളതെന്ന്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ജസ്റ്റ് കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ MCQ മോക്ക് ടെസ്റ്റ് എന്ന് തന്നെ ഇടും. മാക്സിമം വായിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം എക്സാം അറ്റൻഡ് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. എക്സാം വെച്ചാൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓർമ്മ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പിയാണ്. ഞാൻ യൂണിറ്റ് 2 എടുക്കാന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ്. പറഞ്ഞോ. Good morning, everyone. I am Shruti Suresh. Thank you, everyone, joining us today for this informative session. I just want to say thank you to our Abarna ma'am. Your insights on Montessori works after words have enriched the discussion. Thank you so much, ma'am. I would also like to thank you, Nasira, for prayer
Rachel for thought, and sign in for Cincy. Thank you all. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.